1 തെസ്സലോനിക്കർ 5:24. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. സ്തോത്രം. എങ്ങനെ വിശ്വാസത്തിൽ വന്നേ? എന്നെ യേശു കർത്താവ് വിളിച്ചത് കൊണ്ടാണ് വന്നത്. എല്ലാവരും ധൈര്യത്തോടെ പറഞ്ഞു, എന്നെ വിളിച്ചത് കൊണ്ടാണ് വന്നത്. എന്നെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്തോത്രം. യേശു കർത്താവ് വിളിച്ചവൻ വിശ്വസ്തനായതുകൊണ്ട് അവൻ നമ്മളുടെ ജീവിതത്തിൽ അത് നിവർത്തിക്കും. അവൻ സകല സൽപ്രവർത്തികളും നമ്മളെ കൊണ്ട് ചെയ്യിക്കുവാൻ നമ്മളുടെ ഉള്ളത്തിൽ ജീവിക്കുകയാണ്. അവൻ അത് ചെയ്തെടുക്കുക തന്നെ ചെയ്യും. പിശാചിന് നിന്നെ തോൽപ്പിക്കുക സാധ്യമല്ല. ഒരു തടസ്സത്തിന് നിന്റെ മുൻപിൽ നിൽക്കുക സാധ്യമല്ല. കാരണം സർവശക്തനായവൻ നിന്നിൽ വസിക്കുകയാണ്. സർവശക്തനായവൻ നിന്നിൽ വസിക്കുകയാണ്. നീ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? നീ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വസിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നും നിനക്ക് അസാധ്യമായിരിക്കുകയില്ല. യേശു ക്രിസ്തു മുഖാന്തരം സകലതും നിനക്ക് സാധ്യമായിരിക്കും. എന്ന് പറയാമോ? യേശു ക്രിസ്തു മുഖാന്തരം സകലതും എനിക്ക് സാധ്യം. സകലതും എനിക്ക് സാധ്യം. അവൻ തരുന്ന ഒരു കൃപാവരവും മാറിപ്പോകുന്നില്ല. ഒരു വചനം കൂടെ വായിക്കാം. റോമർ 11:29. ദൈവത്തിന്റെ കൃപാവരങ്ങളും വിളിയും മാറ്റം വരാത്തവയാണ്. ദൈവത്തിന്റെ കൃപാവരങ്ങളും വിളിയും കോളിങ്ങും മാറ്റം വരാത്തവയാണ്. ഹല്ലേലൂയ. ഒരു നാളും നിന്റെ മേലുള്ള തെരഞ്ഞെടുപ്പും ദൈവവിളിയും മാറുകയില്ല. നീ വിശ്വാസത്തിൽ വന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നീ ഒന്ന് തിരിച്ചറിയണം, കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നീ വരുന്നത്. അല്ലെങ്കിൽ ഒന്ന് നോക്കിയേ, എത്രയോ പേര് ലോകത്തിൻ്റെ വഴികളിൽ കർത്താവിനെ അറിയാതെ മദ്ദിച്ച് രസിച്ച് നടക്കുമ്പോൾ അതിന് നടുവിൽ നിന്ന് അതെല്ലാം വേണ്ടെന്ന് വെക്കുവാൻ എങ്ങനെ നിനക്ക് തോന്നി? എങ്ങനെ നിന്റെ ഹൃദയം കർത്താവിലേക്ക് ചാഞ്ഞു? എങ്ങനെ നീ കർത്താവിനെ ആരാധിക്കുവാൻ തുടങ്ങി? എങ്ങനെ നീ ദൈവസഭയിൽ വന്നു ചേർന്നു? ദൈവം നിന്നെ അതിൽ നിന്ന് വിളിച്ചു മാറ്റിയതുകൊണ്ടാണ്. ദൈവം നിന്നെ കണ്ടതുകൊണ്ടാണ്. ആ തെരഞ്ഞെടുപ്പ്, ആ ദൈവത്തിന്റെ വിളി ഒരിക്കലും നിന്നിൽ നിന്ന് മാറുകയില്ല. ഹല്ലേലൂയ. ഓ കർത്താവേ, ഞാൻ ചില പാപങ്ങളിൽ പെട്ടുപോയി. ദൈവവിളി മാറുകയില്ല മകനെ. അവൻ നിന്നെ ആ പാപങ്ങളിൽ നിന്ന് വിടുവിച്ച് അവന്റെ വഴിയിലേക്ക് കൊണ്ടുവരും. ഓ ഞാൻ തകർന്നു പോയി കർത്താവേ. ഓ ആ തകർച്ചയിൽ നീ വീഴുവാൻ അവൻ അനുവദിക്കുകയില്ല. അവൻ നിന്നെ കൈപിടിച്ച് കയറ്റുന്ന ദൈവമാ. അവൻ സൽപ്രവർത്തികൾക്കായി നിന്നെ സൃഷ്ടിച്ചിരിക്കുക. അവന്റെ കൈപ്പണിയായി നിന്നെ മെനഞ്ഞിരിക്കുക. ഈ അറിവ്, ഈ ബോധ്യം നിന്റെ ഉള്ളത്തിൽ നിന്ന് വിട്ടുമാറാതെ നീ സൂക്ഷിക്കണം. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:18-19. എല്ലാവരും ബൈബിൾ എടുത്ത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള പ്രത്യാശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനു തന്നെ. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള പ്രത്യാശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന്. അതാ അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിശാചിന്റെ വലിപ്പം എത്രയെന്നും പിശാച് പ്രവർത്തിക്കുന്ന രീതികൾ എത്രയെന്നും അവൻ ഏതെല്ലാം തടസ്സങ്ങൾ കൊണ്ടുവരുമെന്നും അതെല്ലാം നോക്കിയിരിക്കാനാണോ? അല്ല. വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ഹൃദയദൃഷ്ടിയിൽ കാണേണ്ടത് അവൻ്റെ വിളിയാലുള്ള പ്രത്യാശ ഇന്നതെന്നും അവൻ വിളിച്ചത് എത്ര വലിയ കാര്യമാണ്.
നിത്യതയിലേക്ക് എന്നെ ഒരുക്കുന്നത് എത്ര വലിയ കാര്യമാണ്. എന്നെ തെരഞ്ഞെടുത്തത്, ഞാൻ വിശ്വാസത്തിൽ വന്നത് എത്ര വലിയ കാര്യമാണ് എന്ന തിരിച്ചറിവിൽ ആ വിശുദ്ധന്മാർക്കുള്ള മഹിമാധനം ഇന്നതെന്നും അങ്ങനെ വിശുദ്ധിയോട് ജീവിക്കുന്നവർക്കുള്ള നിത്യജീവന്റെ മഹിമാധനം എത്ര വലുതെന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം എന്തെന്നും, നിന്റെ മേൽ ആവസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എത്ര വലുതെന്ന് അറിയേണ്ടതിന് തന്നെ നീ അറിയേണ്ട കാര്യം ഈ പറയുന്നത്. നീ അറിയേണ്ട കാര്യം, നിന്റെ മേലുള്ള പരിശുദ്ധാത്മാവ്, നിന്റെ മേലുള്ള ആത്മാവിന്റെ ശക്തി എത്ര വലുതെന്ന്, നിനക്കുള്ള മഹിമാധനം എത്ര അമൂല്യമെന്ന്, നിന്നെ വിളിച്ച പ്രത്യാശ എത്ര വലുതെന്ന് നീ അറിയുവാൻ. ഇതറിയാത്തതാണ് പ്രശ്നം. അല്ലാതെ പിശാചിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. വിഷയം എന്താന്ന് വെച്ചാൽ, പോലീസുകാരനായി യൂണിഫോം തന്ന IG ആയി നിർത്തിയിരിക്കുക. പക്ഷെ ഇത് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നില്ല. നമ്മുടെ ഡിസ്ബിലീഫ്, നമ്മുടെ അവിശ്വാസം മാത്രമാണ് അതിന് കാരണം. വളരെ എളുപ്പത്തിൽ എല്ലാം പിശാചിന്റെ തലയിൽ വെച്ച് പിശാചിനെ അങ്ങ് വലിയ ഉയർത്തിക്കൊണ്ടുവരിക. പിശാചിനൊന്നും അവൻ നിന്റെ കാലിനടിയിലാണ് കിടക്കുന്നത്. ചവിട്ടുവാൻ അധികാരം തന്നിരിക്കുക. എന്നാൽ നീ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട്, നിന്റെ സ്ഥാനം നീ വിശ്വസിക്കാത്തത് കൊണ്ട്, നിന്നെ കൈപ്പണിയായി സൃഷ്ടിച്ചത് നീ വിശ്വസിക്കാത്തത് കൊണ്ട്, നിന്റെ സൽപ്രവർത്തികൾക്കായി നിന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന് നീ വിശ്വസിക്കാത്തത് കൊണ്ട്, അത് ചെയ്യുമ്പോൾ അവന്റെ തലയിൽ ചവിട്ടുന്നത് നീ ചെയ്യാത്തത് കൊണ്ട്. ഹല്ലേലൂയ. അതാണ് ഈ പ്രശ്നം മുഴുവൻ. കാരണം എൻജിൻ മാറിയത് അറിഞ്ഞിട്ടില്ല, വിശ്വസിക്കുന്നില്ല. യൂണിഫോം ഉള്ളത്, ക്രിസ്തുവിനെ ധരിച്ചാ നടക്കുന്നത്, വിശ്വസിക്കുന്നില്ല. അത് മാത്രമാണ് പിശാച് ചൂഷണം ചെയ്യുന്നത്. എന്നാൽ നീ വിശ്വസിക്കുമെങ്കിൽ ഇന്ന് തിരിച്ചറിയണം, സാധാരണ ആളൊന്നുമല്ല ഈ അടുത്തിരിക്കുന്നേ. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞേ, അടുത്തിരിക്കുന്ന ആളെ നോക്കി പറഞ്ഞു, ഇത് സാധാരണ ആളൊന്നുമല്ല, ദൈവം പുതുതായി സൃഷ്ടിച്ച ആളായിരിക്കുന്നേ. വിശുദ്ധന്മാരുടെ മഹിമാധനം മുഴുവൻ ആസ്വദിക്കാനുള്ള ആളായിരിക്കുന്നേ. പിശാചിനെ ചവിട്ടുവാൻ അധികാരമുള്ള വ്യക്തിയായിരിക്കുന്നേ. ചിലരൊക്കെ ഇരിക്കുന്ന IG റാങ്കിലാ. പോലീസുകാരനാന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. സ്ഥാനം IG-യുടെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഞാൻ ആരാണ് എന്ന ബോധ്യം, ക്രിസ്തു എന്നെ ആരാക്കിയിരിക്കുന്നു എന്ന തിരിച്ചറിവ്. പിശാചിന് ഒരു അധികാരവും നിന്റെ മേലില്ല. അവൻ നിന്റെ കാൽ കീഴിലാണ് എന്ന ഉറപ്പ്. അതാണ് നിന്നെ ജയത്തിലേക്ക് നയിക്കുന്നത്. അതിന്റെ പേരാണ് പുതിയ സൃഷ്ടി. ഒന്ന് എല്ലാവരും പറഞ്ഞേ, പുതിയ സൃഷ്ടി, ന്യൂ ക്രിയേഷൻ. ഹല്ലേലൂയ. നമ്മളിപ്പോൾ കർത്താവിന് നമ്മളെ സമർപ്പിക്കാൻ പോവുകയാണ്. പുതിയ സൃഷ്ടി ചെയ്യേണ്ടത്, എൻജിൻ മാറി, ഉള്ളിൽ ആത്മാവ് മുഴുവൻ മാറി. ഇനി നമ്മളുടെ കൈകളെ, അവയവങ്ങളെ, നമ്മളുടെ ജഡത്തെ കർത്താവിനായി സമർപ്പിക്കണം. ഹല്ലേലൂയ. പുതിയ സൃഷ്ടി, പുതിയ വഴിയിൽ നടക്കണം. നമ്മളൊരു വചനം വായിച്ച് ഈ സമയം നമ്മളെ കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നമ്മൾ വായിക്കുന്ന വചനം റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം. എല്ലാവരും എടുത്താട്ടെ. അതിൻ്റെ 11, 12, 13 വചനങ്ങൾ വായിക്കാം. അപ്രകാരം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരാണെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും സ്വയം കരുതിക്കൊള്ളുവിൻ. സ്വയം കരുതേണ്ടത് എന്താ? പുതിയ സൃഷ്ടി സ്വയം കരുതേണ്ടത്, ക്രിസ്തു യേശുവിൽ സ്വയം കരുതേണ്ടത് എന്താ? നമ്മൾ പാപസംബന്ധമായി മരിച്ചവരാണ്. അല്ലാതെ അയ്യോ ഞാൻ എപ്പോഴും ചിലപ്പോൾ പാപത്ത് വീഴും, മാനസാന്തരപ്പെട്ട് കയറും. അതിൻ്റെ അർത്ഥം നിന്റെ സ്വഭാവം പഴയതാണ് എന്നല്ല, സ്വഭാവം പുതിയതാണ്. പഴയ രീതി ഇടയ്ക്ക് കയറി വന്നു, നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവിനോട് ചേർന്നു. നീ വിളിച്ചു പറയേണ്ടത്, പ്രസ്താവിക്കേണ്ടത്, പാപസംബന്ധമായി ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞേ, പാപസംബന്ധമായി ഞാൻ മരിച്ചിരിക്കുന്നു. എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇത് പറയുമ്പോൾ തന്നെ അങ്ങ് മാറിപ്പോകുന്നു. വിശ്വസിച്ചങ്ങ് പറ, പാപസംബന്ധമായി ഞാൻ മരിച്ചിരിക്കുന്നു, പാപസംബന്ധമായി ഞാൻ മരിച്ചിരിക്കുന്നു. സ്തോത്രം. ഇവിടെ പറയുക,
അപ്രകാരം നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരാണെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും സ്വയം കരുതിക്കൊള്ളുവിൻ. ഒന്ന് പറഞ്ഞേ, ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവനാണ്. ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടിയാ ജീവിക്കുന്നത്. ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടിയാ ജീവിക്കുന്നതെന്ന്. ഐ ആം ലിവിങ് ഫോർ ജീസസ് ക്രൈസ്റ്റ്. ഐ ആം ഡെഡ് ടു സിൻസ്. വിളിച്ചു പറയണം, ഇത് വിളിച്ചു പറയണം. പുതിയ സൃഷ്ടി വിളിച്ചു പറയേണ്ടതാ. ഞാൻ പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു. ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ലോകത്തിലെ പലതിനും വേണ്ടി അല്ല ജീവിക്കുന്നത്. ഞാൻ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് ഇവിടെ 1000 കൊല്ലം ജീവിക്കാനുള്ള പദ്ധതി ഉള്ളവനല്ല. ഹല്ലേലൂയ. ഞാൻ നിത്യതയിൽ കർത്താവിനോട് കൂടെ വസിക്കേണ്ടവനാ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. ഒന്ന് പറയാമെങ്കിൽ വിളിച്ചു പറ, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. ഐ ആം ലിവിങ് ഫോർ ജീസസ് ക്രൈസ്റ്റ്. വിളിച്ചു പറ, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് സ്വയം കരുതിക്കൊള്ളുവിൻ. ഇടയ്ക്കിടയ്ക്ക് കണ്ണട നോക്കുക. കണ്ണട എന്തിനാ? അതറിയാം പാസ്റ്ററെ, പൗഡർ ഇടാൻ, മുടി ചീകാൻ, ഇതിന് മാത്രമല്ല. നോക്കി പറയണം, ഞാൻ പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു. ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. അടുത്ത വചനം, 12-ാം വചനം. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങൾ അനുസരിക്കുവാൻ തക്കവണ്ണം ഇനിയും വാഴരുത്. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങൾ അനുസരിക്കുവാൻ തക്കവണ്ണം വാഴരുത്. ഈ വിഷയം മുഴുവൻ നമ്മളുടെ ജഡമോഹത്തെ അനുസരിക്കുമ്പോഴാണ്. നമ്മളുടേതായ മോഹങ്ങളും ലോകത്തിന്റെ വഴികളും അനുസരിക്കുവാൻ ഇനി അനുവദിക്കരുത്. സ്തോത്രം. അതാണ് വിഷയം. നമ്മളെല്ലാ വിഷയവും പിശാചിന്റെ തലയിലിട്ട് പിശാച് എന്ന് പറഞ്ഞ് നടക്കുക. നമ്മളുടെ മോഹങ്ങളാൽ നമ്മൾ വശീകരിക്കപ്പെടുമ്പോൾ, നമ്മളുടെ മോഹങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുവാൻ ഇനി അനുവദിക്കരുത്. അടുത്ത വചനം വായിക്കാം. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങൾ അനുസരിക്കുവാൻ തക്കവണ്ണം ഇനിയും വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. പിന്നെയോ നിങ്ങളെ തന്നെ മരിച്ചവരിൽ നിന്ന് ജീവിച്ചവരെ പോലെയും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിനായി സമർപ്പിച്ചു കൊള്ളുവിൻ. സ്തോത്രം. 2 കാര്യങ്ങളായിരുന്നു പുതിയ സൃഷ്ടി ചെയ്യേണ്ടത്. ഒന്ന്, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് നമ്മുടെ തലയ്ക്കൊന്ന് മനസ്സിലാവാനാ. കാരണം ആത്മാവ് പുതുക്കപ്പെട്ടു, തലയ്ക്ക് മനസ്സിലായിട്ടില്ല. തല എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്, ബുദ്ധിക്ക്. അതിനു വേണ്ടിയാണ് ഈ കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്ന് വിളിച്ചു പറയാൻ പറയുന്നത്. തലയൊന്ന് മനസ്സിലാക്കാൻ. ഞാൻ പുതിയ സൃഷ്ടിയാണ് കേട്ടോ, പഴയ മനുഷ്യനൊക്കെ പോയി, ഞാൻ ഇത് ആള് പുതിയതാണെന്ന് തലയ്ക്ക് മനസ്സിലാവാൻ. 2-ാമത്തെ കാര്യം കൂടെ ചെയ്യേണ്ടത്. കാരണം ആത്മാവ് പുതുക്കപ്പെട്ടു, നമ്മളുടെ ശരീരങ്ങളെ പാപത്തിൻ്റെ ആയുധങ്ങളായിട്ടല്ല സമർപ്പിക്കേണ്ടത്, പകരം ദൈവത്തിൻ്റെ അവയവങ്ങൾ, ആയുധങ്ങളായി സമർപ്പിക്കണം. ഇവിടെ വായിച്ച വചനം വായിക്കുക. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കാതെ നിങ്ങളെ തന്നെ മരിച്ചവരിൽ നിന്ന് ജീവിച്ചവരെ പോലെ നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കുക. അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കാതെ. കണ്ണ് നമ്മൾ കാണുന്നത് എന്തായിരിക്കണം? തെറ്റായതൊക്കെ കാണണം, അതാണോ? ചീത്ത കാണണം. ഇന്റർനെറ്റിൽ ഒരുപാട് അശ്ലീലമുണ്ട്, റബ്ബിഷുണ്ട്. അതെല്ലാം കാണുവാൻ നമ്മളുടെ കണ്ണുകളെ സമർപ്പിക്കരുത്. അനീതിയുടെ അവയവങ്ങളായി പാപത്തിന് സമർപ്പിക്കാതെ നീതിയുടെ അവയവങ്ങളായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. ഹല്ലേലൂയ. നമ്മളെ കണ്ണുകൾ വചനം വായിക്കുവാൻ, നീതിയുടെ അവയവങ്ങളായി. നോക്ക്, ഒരു ആയുധമാ, നീതിയുടെ ആയുധമായി സമർപ്പിക്കുവിൻ അല്ലേ? അങ്ങനെയല്ലേ വായിച്ചേ? നീതിയുടെ നമ്മുടെ കണ്ണ് എന്തായിരിക്കണം? ഒരു ആയുധമായിരിക്കണം. യേശുവിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ തീജ്വാല പോലെ തിളങ്ങുന്ന കണ്ണ്. ഹല്ലേലൂയ. നമ്മളെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഒരു തീജ്വാല പോലെ തിളങ്ങുന്ന കണ്ണുകൾ. ഹല്ലേലൂയ.
സ്തോത്രം. അതുപോലെ നമ്മളുടെ ഓരോ അവയവങ്ങളും, നമ്മളുടെ കൈകൾ അനീതിയുടെ ആയുധമായി പാപത്തിന് സമർപ്പിക്കാതെ നീതിയുടെ ആയുധമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. പറ, കൈകൾ കർത്താവേ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുക. എൻ്റെ കാലുകൾ അത് തെറ്റായ പാപത്തിന് അനീതിയുടെ വഴികളിൽ ചലിക്കുവാൻ സമർപ്പിക്കാതെ നീതിയുടെ ആയുധമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. അതുപോലെ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, പുതിയ സൃഷ്ടിയായത് നമ്മുടെ ആത്മാവാണ്. അത് നമ്മളുടെ ബുദ്ധിക്ക് മനസ്സിലാകണം. ഫസ്റ്റ് തിങ്, അത് നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ പുതിയ സൃഷ്ടിയാണ് എന്ന് ബുദ്ധിയോട് മനസ്സിലാകുന്നത് വരെ നീ വിളിച്ചു പറയണം. മറ്റുള്ളവരോട് നീ പ്രഖ്യാപിക്കണം. പിന്നെ ചെയ്യേണ്ട കാര്യമാണ് നിന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ദൈവത്തിന് നീതിയുടെ ആയുധമായി സമർപ്പിക്കണം. നിന്റെ കൈകൾ അനേകം രോഗങ്ങളെ സൗഖ്യമാക്കുവാനുള്ള കൈകളാ കർത്താവെ ഞാൻ സമർപ്പിക്കുക. എൻ്റെ വാക്കുകൾ അനേകർക്ക് ആശ്വാസം കൊടുക്കുവാനുള്ള വാക്കുകളാ. എൻ്റെ നാവിനെ ഞാൻ സമർപ്പിക്കുക കർത്താവേ. ഞാൻ അനീതിയുടെ ആയുധമായി പാപത്തിന് സമർപ്പിക്കുകയില്ല. ഞാൻ നീതിയുടെ ആയുധമായി ദൈവത്തിന് സമർപ്പിക്കും. ഒന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ മുൻപിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ ആരാധന, അങ്ങേക്ക് മഹത്വം. എല്ലാവരും ഈ സമയം ഒന്ന് ഏറ്റു പറഞ്ഞാട്ടെ, യേശുവേ. എല്ലാവരും പറഞ്ഞാട്ടെ, യേശുവേ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. എന്നെ അങ്ങ് സ്വന്തം കൈകളാൽ പണിതുവല്ലോ. സൽപ്രവർത്തികൾക്കായി എന്നെ നിയോഗിച്ചിരിക്കുന്നു. കർത്താവേ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കും. എൻ്റെ അവയവങ്ങളെ ഇനി പാപത്തിന് വിട്ടുകൊടുക്കുകയില്ല. അനീതിയുടെ ആയുധങ്ങളായി ഞാൻ സമർപ്പിക്കുകയില്ല. ഇന്ന് കർത്താവേ എൻ്റെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് ഞാൻ സമർപ്പിക്കുക. എൻ്റെ കണ്ണുകളെ കർത്താവെ അങ്ങയുടെ കണ്ണുകളാക്കണമേ. എൻ്റെ കൈകളെ യേശുവേ അങ്ങയുടെ കൈകളാക്കണമേ. എൻ്റെ കാലുകളെ യേശുവേ അങ്ങയുടെ കാലുകളാക്കണമേ. എൻ്റെ വാക്കുകളെ യേശുവേ അങ്ങയുടെ വാക്കുകളാക്കണമേ. കർത്താവെ അങ്ങയിലുള്ള പ്രത്യാശയിൽ ഞാൻ ജീവിക്കും. ആമേൻ, ആമേൻ, ആമേൻ.